ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നല്ല ചൂടുള്ള സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കിട്ടിയാൽ ആരാ വേണ്ടാന്ന് പറയുന്നത്. നമ്മുടെ ക്ഷീണം മാറും, അതുപോലെ തന്നെ ദാഹവും മാറും, ഒപ്പം തന്നെ ശരീരം നല്ല കൂളായിട്ടിരിക്കും കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ. വേനൽക്കാലത്ത് ദാഹം മാറ്റുന്നതിനും നല്ല ദഹനത്തിനും ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കുന്നത് കക്കിരി വെച്ചിട്ടാണ്, അതായത് നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു കുക്കുംബറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ഇല, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് എരിവിന് വേണ്ടിയിട്ട്. ഇത്രയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും, കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബർ, പിന്നെ പുതിന ഇല, ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ. ഈ ഒരു പുതിന ഇല ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു മണം കിട്ടും. കൂടാതെ തന്നെ നല്ല ദഹനവും ഉന്മേഷവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. പിന്നെ ഈ കുക്കുംബർ എന്ന് പറയുന്നതിൻ്റെ ഏകദേശം 95% വെള്ളം തന്നെ അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരമൊക്കെ തളർന്നു പോകാതിരിക്കുന്നതിനും നമ്മുടെ ശരീരം വരണ്ടു പോകാതിരിക്കുന്നതിനും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കുക്കുംബർ. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇനി നമ്മളിതിലേക്ക് ഒരല്പം ജീരകപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നല്ലൊരു ദഹനമൊക്കെ കിട്ടും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ദഹനത്തിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ളി ജീരകപ്പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ടത് കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ വീഡിയോ എടുത്തപ്പോൾ, അതുകൊണ്ടാണ് വീണ്ടും സ്പൂണിലൊന്ന് കാണിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഈ ഇരിക്കുന്ന തൈരിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ തൈരെന്ന് പറയുന്നത് ചെറിയ ആളൊന്നും അല്ല കേട്ടോ. ഏറ്റവും മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണ്. തൈര് ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യനില വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് രോഗപ്രതിരോധ ശേഷി നമുക്ക് കിട്ടും. ഒട്ടും കട്ടകളില്ലാതെ തൈരൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കുക്കുംബറൊക്കെ കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മനസ്സിലായോ ഇതൊരു നല്ല ഹെൽത്തി ഡ്രിങ്കും കൂടിയാണെന്ന്. മല്ലിയില, പുതിന ഇല, ഇഞ്ചി, മുളക്, തൈരും എല്ലാം കൂടി മിക്സ് ആയപ്പോൾ നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയല്ലേ. ഇതൊന്ന് കുടിച്ചാൽ മതി, നമ്മുടെ ക്ഷീണം പെട്ടെന്നാണ് മാറിപ്പോകുന്നത്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ജീരകപ്പൊടിയും ജീരകം വറുത്തും അതുപോലെ തന്നെ കായപ്പൊടിയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു ഡ്രിങ്കിന് ഒരു പ്രത്യേക രുചി തന്നെയാണ്. കഴിക്കാനും നല്ലതാണ്, നല്ല ഹെൽത്തിയുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ വേഗം തന്നെ നമുക്ക് കുടിക്കാം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഉച്ച സമയത്ത് വരത്തില്ല ഈ ഒരു ചൂട് സമയത്ത്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് കുടിക്കാൻ കിട്ടിയാലോ ആരാ വേണ്ടാന്ന് പറയുന്നല്ലേ. എന്താ ടേസ്റ്റ്. പിന്നെ ക്ഷീണമാണെങ്കിൽ പെട്ടെന്ന് മാറുകയും ചെയ്യും. ഈ തൈരൊക്കെ ആയതുകൊണ്ടേ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക തണുപ്പൊക്കെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ പോകരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയുമായിട്ടേ ഞാൻ പെട്ടെന്ന് തന്നെ വരും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്